വാർത്തകൾ തുടരുന്നു. താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിച്ചാൽ മത്സരത്തിൽ നിന്ന് പിന്മാറാമെന്ന് ജഗദീഷ്. മോഹൻലാലിനോടും മമ്മൂട്ടിയോടും നിലപാട് അറിയിച്ചതായും ജഗദീഷ്. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേർന്നു. സൂര്യ, ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിച്ചാൽ മത്സരത്തിൽ നിന്ന് പിന്മാറാമെന്ന് ജഗദീഷ് അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ 7 പേരാണ് ആദ്യം പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ ജോയ് മാത്യുവിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതോടുകൂടി 6 പേരുണ്ടായിരുന്നു. നിലവിലിപ്പോൾ ജഗദീഷ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും എന്നുള്ള വിവരങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത വരട്ടെ എന്നുള്ള പൊതു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ സിനിമാ മേഖലകളിൽ ഉണ്ടായ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് അമ്മയുടെ തലപ്പത്തേക്ക് ഒരു വനിത തന്നെ വരട്ടെ എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ചർച്ചകൾ നടക്കുന്നു. അതിനായിട്ടൊരു ക്യാമ്പയിൻ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പല നിലപാടുകൾ ഈ സമയത്തിനുള്ളിൽ സ്വീകരിച്ച വ്യക്തിയാണ് ജഗദീഷ്. അതുകൊണ്ട് തന്നെ ജഗദീഷ് തന്നെ ആ നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നു. അതിനാൽ തന്നെയാണ് ഒരു വനിത തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തട്ടെ എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് നാമനിർദ്ദേശ പത്രിക ജഗദീഷ് പിൻവലിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ സാധ്യത ശ്വേതാ മേനോനിലേക്ക് ഏറുമെന്നുള്ള കാര്യവും എടുത്തു പറയണം. കാരണം മത്സര വിഭാഗത്തിലുള്ളവരുടെ മറ്റ് പട്ടിക എടുത്ത് നോക്കിയാൽ അതിൽ വനിതയായിട്ട് ശ്വേതാ മേനോൻ മാത്രമാണുള്ളത്. ജഗദീഷ് അങ്ങനെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയാണെങ്കിൽ, അതുകൂടാതെ തന്നെ ഇപ്പോൾ മറ്റ് രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് കഴിഞ്ഞു എന്നുള്ള വാർത്ത വരികയാണ്. അങ്ങനെ ജഗദീഷിനെയും അതുപോലെ തന്നെ രവീന്ദ്രനെയും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെയുള്ളത് ശ്വേതാ മേനോൻ, അതുപോലെ തന്നെ ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, ദേവൻ തുടങ്ങിയവരാണ്. അവരിൽ ശ്വേതാ മേനോന് സാധ്യത ഏറുമെന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഈ കാര്യം സംബന്ധിച്ച് ജഗദീഷ് മോഹൻലാലിനോടും മമ്മൂട്ടിയോടും അടക്കം സംസാരിച്ചിട്ടുണ്ട്. ഇരുവരുടെയും ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക ജഗദീഷ് പിൻവലിച്ചേക്കാം എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ മാസം 31 വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അതിനുള്ളിൽ തന്നെ ഈ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ സംഘടനയ്ക്കകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി. താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതയെ പരിഗണിച്ചാൽ മത്സരത്തിൽ നിന്ന് പിന്മാറാമെന്ന് ജഗദീഷ്. മോഹൻലാലിനോടും മമ്മൂട്ടിയോടും നിലപാട് അറിയിച്ചതായും ജഗദീഷ് പറഞ്ഞു. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്നും രവീന്ദ്രൻ മാറിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കും. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ഗോവിന്ദചാമിയെ ജയിൽ ചാട്ടത്തിന് ജീവനക്കാരോ തടവുകാരോ